എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ റീസണിംഗ് സെക്ഷനിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതിലെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടോ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ ചെയ്യാൻ? അപ്പൊ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ വേഗത്തിൽ ചെയ്യാം, സർക്കിളൊക്കെ വരയ്ക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലെ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ബാച്ച് മെയ് 29 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2024 എല്ലാ ബാങ്ക് എക്സാംസും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. RRB PO, RRB ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്, എല്ലാത്തിനും ഓൾറെഡി നമ്മുടെ ബാങ്ക് എക്സാമിനെല്ലാം സെയിം സിലബസ് ആണ്. PO ആണെങ്കിൽ ഇച്ചിരി ലെവൽ കൂടുതലായിരിക്കും, ക്ലർക്ക് ആണെങ്കിൽ ഇച്ചിരി ലെവൽ കുറവായിരിക്കും. അത് മാത്രമാണ് വ്യത്യാസം അല്ലെ? നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. നമുക്ക് ടോട്ടൽ 700+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേ ലൈവ് ക്ലാസ്സസിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 29 ക്ലാസ് സ്റ്റാർട്ടായി എന്നോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നമ്മുടെ അഡ്മിഷൻ ഒന്നും ക്ലോസ് ആയിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നമ്മൾ എടുത്ത ക്ലാസ്സസിന്റെ ഒക്കെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡെയിലി 4 to 5 അവേഴ്സ് ആയിരിക്കും നമ്മളുടെ ക്ലാസ്. അതാത് ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നോ അതിന്റെ എല്ലാം ഡെയിലി പ്രാക്ടീസ് പേപ്പർ DPP നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിൻ്റെയും DPP നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കുറച്ചങ്ങോട്ടേക്ക് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് കൂടാതെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുക 5,999 ആണ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു കോഴ്സിന്, ഈ ഒരു എൻറ്റയർ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 5,999 ആണ്. അതിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുക. കഴിവതും മാക്സിമം ലൈവിൽ വരാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇനി ലൈവിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നോ ഇഷ്യൂ, റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, എങ്കിലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എന്താ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്? സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഓരോ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെയും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ഈ ഫിഗർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് അല്ലെ? നമ്മൾ സർക്കിൾ ഷേപ്പിൽ ഇരിക്കുന്നതിനെയാണ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഷേപ്പിനനുസരിച്ചാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരിക. ഓക്കെ, ഇവിടെ തന്നെ നോക്കിക്കേ, എല്ലാ പേഴ്സൺസും എങ്ങോട്ടേക്കാ ഫേസ് ചെയ്യുന്നത്? എല്ലാവരും ഈ ടേബിളിന്റെ സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാം. അത് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്? ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിഞ്ഞിങ്ങോട്ടേക്കും ഇരിക്കാം. എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എന്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഇമ്പോർട്ടന്റാ? ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പേഴ്സൺസിന്റെയും സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരാം, ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെയും സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മളോട് എക്സാമിന് ചോദിക്കാം. കൂടുതലും പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് ആണ് ചോദിക്കുക. സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കണം. കാരണം ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നന്നായിട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് സർക്കുലർ അല്ല ബാക്കി ഏത് സീറ്റിംഗ് അറേഞ്ച്മെന്റും എളുപ്പമായിരിക്കും. ഓക്കെ, എങ്കിലേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കാം, എങ്ങനെയൊക്കെ വരാം? ആദ്യത്തെ കേസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ തന്നെ പേഴ്സൺസ് എല്ലാവരും ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ. ആ സർക്കിളിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? ഇപ്പൊ 1, 2, 3, 4 പേഴ്സൺസ് വരാം. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഒരു 4 പേഴ്സൺസിനെ വരയ്ക്കുക. ഓക്കെ, 4 പേഴ്സൺസിനെ വരയ്ക്കുകയാണ്. ഞാൻ ഇവർക്ക് ഓരോരുത്തർക്കും പേര് കൊടുക്കുക. ഓക്കെ, P, Q and R. ഓക്കെ, ഈ പേഴ്സൺസ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണെങ്കിലും ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ ആണെങ്കിലും ഏതാണെങ്കിലും ഇവരുടെ ലെഫ്റ്റും റൈറ്റും നന്നായിട്ട് മനസ്സിലാക്കണം. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാവോ? കാരണം നമ്മളുടെ മിക്ക കണ്ടീഷൻസും ലെഫ്റ്റിനെയും റൈറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ആദ്യം നന്നായിട്ട് അറിയണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഇപ്പം ആദ്യം വേണ്ട ഈ A നമുക്ക് എടുക്കാം. A എന്ന് പറയുന്ന പേഴ്സണെ നോക്കുമ്പം ഈ ആളുടെ റൈറ്റ് സൈഡ് എവിടാ, ഈ ആളുടെ ലെഫ്റ്റ് സൈഡ് എവിടാ? ഒന്ന് നോക്കിക്കേ. വേണ്ട
നമ്മൾ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ് അല്ലെ, നമ്മൾ ടേബിളിന്റെ സെന്ററിലേക്ക് ഫേസ് ചെയ്തിരുന്നാൽ ഇതിപ്പം നമ്മളാണ് എന്നൊന്ന് സങ്കല്പിച്ചേ. നമ്മളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ റൈറ്റ് സൈഡ് എവിടെയായിരിക്കും? ഇതായിരിക്കില്ലേ നമ്മളുടെ റൈറ്റ് സൈഡ്, ഇതായിരിക്കില്ലേ നമ്മളുടെ ലെഫ്റ്റ് സൈഡ്? ഒന്ന് അസ്യൂം ചെയ്ത് നോക്കിക്കേ. നമ്മളൊരു ടേബിളിൽ ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ റൈറ്റ്, ഇതാണ് നമ്മളുടെ ലെഫ്റ്റ്. പറയരുതോ? This is our right side and this is our left side. അങ്ങനെയെങ്കിൽ ഈ പേഴ്സന്റെ നോക്കിക്കേ, ഈ പേഴ്സന്റെ നോക്കിക്കേ, ഇതായിരിക്കത്തില്ലേ ആളുടെ റൈറ്റ്, ഇതായിരിക്കത്തില്ലേ ലെഫ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണോ? ഈ പേഴ്സന്റെ കേസ് ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ കേസ് പറയുമ്പോഴത്തേക്കിന് ഇതായിരിക്കും ആളുടെ റൈറ്റ്, ഇതായിരിക്കും ലെഫ്റ്റ്. പറഞ്ഞൂടെ? ഈ കേസ് നോക്കിക്കേ, എന്ന് പറയുന്ന പേഴ്സണെ നോക്കിക്കേ, ഇതായിരിക്കും ആളുടെ റൈറ്റ്, ഇതായിരിക്കും ആളുടെ ലെഫ്റ്റ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓരോ പേഴ്സൺസിന്റെയും റൈറ്റും ലെഫ്റ്റും നല്ല രീതിയിൽ അറിയണം. ഒന്നാമത്തെ കേസ്. ഓക്കെ, അപ്പൊ ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ എന്ന് പറഞ്ഞ എല്ലാ പേഴ്സൺസിന്റെയും ഡയറക്ഷൻ അവിടെ എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എങ്ങനെ ചോദിക്കാം നമ്മളോട്? ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ. എവേ ഫ്രം ദി സെന്റർ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഇതേപോലെ തന്നെ 4 പേഴ്സൺസിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഹിയർ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ. ഓക്കെ, ഇവർ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്? എവേ ഫ്രം ദി സെന്റർ. നമ്മുടെ സെന്ററിന് പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കസേര കളിക്കൊക്കെ നമ്മൾ ഇരിക്കില്ലേ? കസേര കളിച്ച് നമ്മൾ വന്നിരിക്കുന്നത് പുറത്തോട്ട് തിരിഞ്ഞല്ലേ നമ്മൾ വന്നിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ലെഫ്റ്റും റൈറ്റും നന്നായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കേ, സി എന്ന് പറയുന്ന പേഴ്സണെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സി എന്ന് പറയുന്ന പേഴ്സൺ നമ്മളാണെന്നൊന്ന് അസ്യൂം ചെയ്ത്, നമ്മൾ എന്താ ആ സെന്ററിന് പുറത്തേക്ക് നോക്കിയിരുന്നാൽ നമ്മളുടെ വലത് കൈ എവിടാ, നമ്മളുടെ ഇടത് കൈ എവിടാ? ഒന്ന് നോക്കിക്കേ, എവിടെയായിരിക്കാം? എവിടെയാ? ഇതായിരിക്കും നമ്മളുടെ റൈറ്റ്, ഇതായിരിക്കും നമ്മളുടെ ലെഫ്റ്റ്. ഡൗട്ട് ഉണ്ടോ? ഇവരുടെ കേസ് പറയുമ്പോഴത്തേക്കിനോ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. അടുത്തത് എയുടെ കേസ് പറയുമ്പോഴത്തേക്കിനോ എന്താ? ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. നമ്മൾ ആ പേഴ്സൺ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്താൽ മതി, ഒരിക്കലും തെറ്റില്ല. ആ ഇരിക്കുന്ന പേഴ്സൺ ഏതാണോ ആ പേഴ്സൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം അങ്ങ് അസ്യൂം ചെയ്യുക. നമ്മൾ അങ്ങനെ ഇരുന്നാൽ നമ്മളുടെ വലത് കൈ എവിടെയായിരിക്കും, നമ്മളുടെ ഇടത് കൈ എവിടെയായിരിക്കും? ഒരിക്കലും തെറ്റില്ല. ഓക്കെ, സോ ഇതായിരിക്കും റൈറ്റ്, ഇതായിരിക്കും ലെഫ്റ്റ്. അപ്പൊ ഫേസിങ് എവേ ഫ്രം ദി സെന്റർ ആണ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ആയിരിക്കും എന്ത്? റൈറ്റ്, ഈ സൈഡ് ആയിരിക്കും എന്ത്? ലെഫ്റ്റ്. ക്ലിയർ അല്ലേ? നേരത്തെ കേസിലാണെങ്കിലോ ഇതായിരിക്കും എന്ത്? റൈറ്റ്, ഇതായിരിക്കും എന്ത്? ലെഫ്റ്റ് സൈഡ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ദിസ് ഈസ് അവർ റൈറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് അവർ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ കേസിൽ പറഞ്ഞാലോ റൈറ്റ് ഇതായിരിക്കും, ഇതായിരിക്കും നമ്മളുടെ ലെഫ്റ്റ്. ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ ആണെങ്കിലും ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണെങ്കിലും ഓരോ പേഴ്സൺസിന്റെയും ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്. അടുത്തത്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കോ? ഇല്ല. സം പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ, സം പേഴ്സൺസ് ആർ ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ. അങ്ങനെയും നമ്മളോട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. അതെങ്ങനെ വരയ്ക്കാം? കുറച്ച് പേഴ്സൺസ് എന്തായിരിക്കും? ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. കുറച്ച് പേഴ്സൺസ് എന്തായിരിക്കും? ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും വരാം, മിക്സഡ് ഡയറക്ഷൻ. അവിടെയും ഓരോ പേഴ്സൺസിന്റെയും ലെഫ്റ്റും റൈറ്റും അവരവരുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും. അത് മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എന്തുവാ ഈ റിബൺ മെത്തേഡ് എന്ന്. അതിലേക്ക് നമുക്ക് കടക്കാൻ പോവാം. ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഓരോ പേഴ്സൺസിനെയും വരച്ച് കാണിച്ചത് സർക്കിൾ വരച്ചിട്ടാ അല്ലെ? ഈ സർക്കിൾ വരയ്ക്കാതെ, സർക്കിൾ എന്നല്ല, ഈ റിബൺ മെത്തേഡിൽ നമുക്ക് ഏത് സീറ്റിംഗ് അറേഞ്ച്മെന്റും ചെയ്യാം. അത് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, റെക്ടാങ്കുലർ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, ട്രയാങ്കുലർ ആയിക്കോട്ടെ, ഏത് സീറ്റിംഗ് അറേഞ്ച്മെന്റും നമുക്ക് റിബണിൽ ചെയ്യാം. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് കൺഫ്യൂസിങ് ആണോ? ഒരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങൾ ആ ഒരു മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ സർക്കിൾ വരയ്ക്കുന്നില്ല. സർക്കിൾ വരയ്ക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, അതാണ് റിബൺ മെത്തേഡ്. നിങ്ങളൊന്ന് വേണ്ട ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഒരു റിബൺ. ഈ റിബൺ സർക്കുലർ ഷേപ്പിലുള്ള റിബൺ ആണ് എന്നൊന്ന് കരുതിക്കേ. ഇതൊരു സർക്കുലർ ഷേപ്പിലുള്ള റിബണാണ്. ഇവിടെ വേണ്ട
ഇത് ഇങ്ങനെയായിരുന്നു ജോയിൻ ചെയ്തിരുന്നത് എന്ന് കരുതുക. സർക്കുലർ ഷേപ്പിലുള്ള റിബൺ ആണ് അല്ലെ. വട്ടത്തിലിരിക്കുന്ന റിബൺ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നു. ആ സെയിം റിബൺ ആലോചിച്ചാൽ മതി അല്ലെ. ഈ റിബണിനെ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഈ സർക്കുലർ ഷേപ്പിൽ ജോയിൻ ചെയ്യുന്ന അതേ റിബണിനെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ നിവർത്താലോ. അങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്ന ഫോട്ടോയാണ്, അല്ലെങ്കിൽ അങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്ന റിബൺ ആണ് നിങ്ങളെ കാണുന്നത്. അതായത് ഇതിനെ ഇങ്ങനെയുമാക്കാം, അതേപോലെ തന്നെ ഈ റിബണിനെ ഇങ്ങോട്ടും ഈ റിബണിന്റെ ഈ എൻഡിനെ ഇങ്ങോട്ടും ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദേ സ്ട്രെയിറ്റ് റിബൺ കിട്ടും അല്ലേ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇത് റിബണിന്റെ ഒരെൻഡാണ്, ഇത് റിബണിന്റെ വേറൊരു എൻഡാണ്. നമ്മുടെ ഒറിജിനൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ജോയിൻ ചെയ്തിട്ടായിരിക്കും ആണല്ലോ. പക്ഷെ ഈ എൻഡിനെ ഇങ്ങോട്ടേക്കും ഈ എൻഡിനെ ഇങ്ങോട്ടേക്കും ആക്കിയാൽ ഇതിനെ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റ് ആക്കി കൊണ്ടുവരരുതോ? ഇതാണ് റിബൺ മെത്തേഡ്. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, വട്ടത്തിലിരിക്കുന്ന നമ്മളുടെ ആൾക്കാരെ പിടിച്ചങ്ങ് നിവർത്തുക. നിവർത്തി ഇരുത്തിയിട്ട് നമ്മൾ ലീനിയർ സീറ്റിംഗ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സർക്കുലർ സീറ്റിംഗും ചെയ്യാം. അത്രയുള്ള കാര്യം. എങ്ങനെയാണോ നമ്മൾ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ചെയ്തത് അതേ സെയിം മെത്തേഡ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരുന്നപ്പോൾ ഇപ്പൊ നമ്മൾ പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ എയും ബിയും ആണെങ്കിൽ ഈ ആളും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. പക്ഷെ സർക്കുലർ ആയിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയാലും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. എന്താണ്? ഇവര് തമ്മിൽ എന്താണ്? നെയ്ബേഴ്സ് ആണ് എന്നൊരു ബോധം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കുന്ന, അതായത് നിങ്ങൾ ഇപ്പൊ ഇത് നോക്കിയാൽ ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ ഈ എൻഡും ഇങ്ങനെ നിവർത്തുക. അത്രയുള്ള കാര്യം. അതിന് ഞാനൊരു പേരിട്ട് വിളിച്ചു റിബൺ മെത്തേഡ്. ക്ലിയർ അല്ലേ? അത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. റിബൺ മെത്തേഡിലും സർക്കുലർ മെത്തേഡിലും എന്താണ് ഡിഫറൻസ്, എങ്ങനെ നമുക്കത് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് എങ്ങനെ നോക്കണം? ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ വരുമ്പോൾ എന്ത് ചെയ്യണം? ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. When all the persons are facing towards the center എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. റിബൺ മെത്തേഡിൽ അവരുടെ ഡയറക്ഷൻ എന്തായിട്ട് അസ്യൂം ചെയ്യുക? നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫിഗർ വരച്ചിട്ട് നോക്കാം. ഇവരെങ്ങനെയായിരിക്കും ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റിബൺ മെത്തേഡിൽ എന്ന് നോക്കാം. നമുക്കൊരു 8 പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് എടുക്കാം. ഇവിടെ 8 പേഴ്സൺസ് എല്ലാ ആൾക്കാരും എങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്നു? സെന്ററിലേക്ക് ഫേസ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ. നമുക്ക് ഇവർക്ക് ഒരു പേര് കൊടുക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. എച്ച്, കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിൽ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഹിയർ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് എ സെന്റർ. ഓക്കെ, ഇത്രയും പേഴ്സൺസ് എന്ത് ചെയ്തേക്കാണ്? നമ്മുടെ സർക്കിളിന്റെ സെന്ററിലേക്ക് നോക്കിയിരിക്കുക. ഇവരെ നമുക്ക് എങ്ങനെ റിബൺ മെത്തേഡിലേക്ക് ആകാം? ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ പേഴ്സൺസിനെ ഇപ്പൊ തൊട്ട് ഞാൻ ആൾക്കാരെ എന്ത് ചെയ്യാണ്? നിരത്തി ഇരുത്താൻ പോവാം. ഇവരെ എങ്ങനെ റിബൺ മെത്തേഡിലേക്ക് മാറ്റാം? ഞാൻ ആദ്യം ഒന്ന് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ ശ്രദ്ധിക്കാം. എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഉള്ള പേഴ്സൺ ആരാ? ബി ആണ് അല്ലെ. എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ബി, ആളുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ പി, ദെൻ സി, ദെൻ എച്ച്, ദെൻ ഐ, ദെൻ ജെ, ദെൻ ജി. ഇത്രയും പേഴ്സൺസാ. ഇപ്പൊ റിബൺ മെത്തേഡിലേക്ക് വരുമ്പോൾ ഇവരുടെ ഡയറക്ഷൻ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യാന്നാ പറഞ്ഞത്? നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണെങ്കിൽ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് നോർത്ത്. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നമ്മൾ പഠിച്ച സെയിം മെത്തേഡ്. എവിടെ വ്യത്യാസം വരുന്ന? ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഇവരെ തമ്മിൽ എന്താ? ഒരു ബന്ധവും ഇല്ല. നമ്മൾ അതിനെ റിബൺ മെത്തേഡിലേക്ക് വരുമ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഇവരകന്നിരിക്കുന്നെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം ഇവർ ആക്ച്വലി എന്താണ്? നെയ്ബേഴ്സ് ആണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. നിങ്ങൾ നമ്മുടെ ഫിഗറിലോട്ടൊന്ന് നോക്കിക്കേ. നമ്മളുടെ ഫിഗറിലോട്ട് നോക്കിക്കേ. വേണ്ട, ആക്ച്വലി ജിയും എയും എന്താണ്? നെയ്ബേഴ്സാ. അപ്പൊ നമ്മളോട് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നമ്മൾ റിബൺ മെത്തേഡിൽ ചെയ്തിട്ട് നമ്മളോട് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ ഇപ്പുറത്ത് ആരും ഇല്ല എന്നല്ല പറയേണ്ടത്. ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ? എ ആണെന്ന് വേണം നമ്മൾ പറയാൻ. എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണ്? ഇപ്പുറത്ത് ആരും ഇല്ല എന്നല്ല പറയേണ്ടത്. എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? ജി ആണെന്ന് വേണം നമ്മൾ പറയാൻ.
ഓക്കെ, ഇനി സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പഠിച്ച് മീൻസ് സർക്കുലർ വരച്ച് തന്നെ പഠിച്ചവരുണ്ടാകും ഈ കൂട്ടത്തില്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ 2 മെത്തേഡിലും പറയും. ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് സർക്കുലർ മെത്തേഡിലും പറയും, എന്താണ് റിബൺ മെത്തേഡിലും പറയും. സോ ഡോൺ വറി കേട്ടോ. ദെൻ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ ഈ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോന്ന്. ഇവിടെ ശ്രദ്ധിച്ചേ, ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ? പി. ഓക്കെ, അടുത്തത് എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? സി. ഇവിടെ നോക്കിക്കേ, എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ സി ആ. കാരണം ഇതെല്ലാം നമ്മൾ ഏത് ഡയറക്ഷൻ വെച്ചിട്ടാ പറയുന്നത്? ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവാർഡ്സ് നോർത്ത്. ഓക്കെ, എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാത്തത്, ഇവരുടെ ഡയറക്ഷൻ ഇങ്ങനെ വരച്ച് സമയം കളയേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം വരച്ചു എന്നേ ഉള്ളൂ. എങ്കിലേ ഒരു കാര്യം, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. നമ്മളോട് ഇപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹു ഫേസസ് സി, സിയെ ഫേസ് ചെയ്യുന്നത് ആര് എന്നൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. സിയെ ഫേസ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ സർക്കിൾ ആണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ. നമ്മൾ റിബൺ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആക്ച്വലി കൺഫ്യൂഷന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് ഉള്ള 2 ആൾക്കാരെ എടുക്കാം. ഇത് നോക്കുക, ജിയും സിയും എന്താണ്? ഫേസ് ടു ഫേസ്, അല്ലെങ്കിൽ അതിനെ സംടൈംസ് ഓപ്പോസിറ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിലേ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 1 2 3. ലെഫ്റ്റിലേക്ക് നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ വേറെ 2 പേരെ നോക്കാം, ജെയും പിയും. ജെയും പിയും ഫേസ് ടു ഫേസാ. അങ്ങനെയാണെങ്കിൽ 1 2 3, ഇവിടെയും 1 2 3. അങ്ങനെയാണെങ്കിൽ വേറെ 2 പേരെ നോക്കാം, ഐയും ബിയും. ഇവിടെ എച്ച് സി പി ഇവർക്കിടയിൽ 3, ഇവിടെയും 3. 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 8 പേഴ്സൺസ് ഉള്ള അറേഞ്ച്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ടാകും? 3 പേരുണ്ടാകും. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 8 ആണെങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ടാകും? 3 പേര്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ റിബൺ മെത്തേഡിൽ ചെയ്തിട്ട് പിന്നെ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ഈ ആൾക്കാരെ വീണ്ടും സർക്കിളിലേക്ക് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുക നമുക്ക് പ്രിലിംസിനായിരിക്കും. കാരണം സർക്കിൾ ഒന്നും വരച്ച് സമയം കളയണ്ട. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയെങ്കിലും ഒന്ന് നോക്കിക്കേ, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊന്ന് നോക്കാം, ജെയുടെ ഓപ്പോസിറ്റ് ആരാ? പി ആണ്. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആരാ? പി ആ. ഇവിടെ കറക്റ്റ് ആണോ നോക്കാം നമുക്ക് റിബൺ മെത്തേഡില്. നോക്കിക്കേ, ഇതാണ് ജെ. ജെയുടെ ഓപ്പോസിറ്റ് ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3 ഗ്യാപ്പ് ഉള്ള ആളെ ആയിരിക്കും എന്ത്? ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. ഇതാണ് ജെ. സോ 1 2 3 ഗ്യാപ്പിൽ നോക്കിക്കേ പി. അത് എവിടെ നിന്ന് എടുത്താലും, ലെഫ്റ്റിൽ നിന്ന് എടുത്താലും റൈറ്റിൽ നിന്ന് എടുത്താലും എല്ലാം സെയിമാ. നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ, വേണ്ട 1 2 3. ഇവിടെ ഇപ്പുറത്ത് നോക്കിയാലും 1 2 3. ക്ലിയർ അല്ലേ? ലെഫ്റ്റും റൈറ്റും നോക്കേണ്ട ആവശ്യമില്ല. 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 8 പേഴ്സൺസ് ആണോ? അവർക്കിടയിൽ 3 പേരുണ്ടായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് കണ്ടീഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉള്ളിടത്ത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ക്ലിയർ? യെസ്. എങ്കിൽ നമുക്ക് വേറെ ഒന്ന് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിച്ചേ, എച്ചും എയും തമ്മിൽ ഫേസ് ടു ഫേസ് ആ. ഇവിടെ നോക്കേ, എച്ച് 1 2 3 ഗ്യാപ്പിൽ എച്ചിന് ഓപ്പോസിറ്റ് ആരാ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആരാ? എ. അങ്ങനെയാണെങ്കിൽ ജിയുടെ ഫേസ് ടു ഫേസ് ആരാ? 1 2 3 ഗ്യാപ്പിൽ സി. നിങ്ങൾ നോക്കിക്കേണ്ട, ഇവിടെയും ജിക്കോ ഫേസ് ടു ഫേസ് ആരാ? സി. ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയായിരിക്കും എവിടെ വരുമ്പോഴും, ഫേസിങ് അവേ ഫ്രം ദി സെന്റർ വരുമ്പോഴും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിക്കും, 8 പേഴ്സൺസ് അല്ലേ, വേറെ നമ്പർ ഓഫ് പേഴ്സൺസ് വന്നാലോ? ഒരു പ്രശ്നവും ഇല്ല. നോക്കിക്കേ, ഇപ്പൊ 4 പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ടാകും? ഒരാള്. 6 പേഴ്സൺസ് ആണെങ്കിലോ അവർക്കിടയിൽ എത്ര പേരുണ്ടാകും? 2 പേര്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനാണെങ്കിൽ 10 പേഴ്സൺസ് ആണെങ്കിലോ 10 പേഴ്സൺസ് ആണെങ്കിലോ എത്രയായിരിക്കും? 4 പേര്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഹാഫിൽ നിന്ന് 1 കുറച്ചാൽ മതി. ക്ലിയർ? ഇപ്പൊ 8ന്റെ പാതി 4, 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 10ന്റെ പാതി എത്രയാ? 5, 5ൽ നിന്ന് 1 കുറച്ചാൽ 4. അങ്ങനെ ഓർത്താൽ മതി. ക്ലിയർ? ഇപ്പൊ 4 പേഴ്സൺസ്, 4ന്റെ പാതി എത്രയാ? 2, 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 1. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം ഈവൻ നമ്പർ അല്ലേ പറഞ്ഞത്? ഓഡ് നമ്പർ ആണെങ്കിലോ, ഓഡ് നമ്പർ ഓഫ് പേഴ്സൺ ആണെങ്കിലോ എന്ത് ചെയ്യും? ഓഡ് നമ്പർ ഓഫ് പേഴ്സൺ ആണെങ്കിലും
ഇങ്ങനെ നമുക്ക് ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് പറയാൻ പറ്റുമോ? അതിപ്പോ സർക്കിൾ ആണെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമ്മൾ സർക്കിൾ ആണെങ്കിലും നമ്മൾ പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യാതെ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ 3, 4, 5 പേഴ്സൺസ് വന്നു. ഇവിടെ നമുക്ക് ഒരിക്കലും ഇവര് തമ്മിൽ ഫേസ് ടു ഫേസ് ആണ്, ഇവര് തമ്മിൽ ഫേസ് ടു ഫേസ് ആണെന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും? അധികം വരും. ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എക്സാമിന് ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചോദിക്കില്ല. ഇങ്ങനത്തെ കണ്ടീഷൻസ് വരിക ഈവൻ നമ്പർ ഓഫ് പേഴ്സൺസ് വരുന്നിടത്തായിരിക്കും. ഇത് തന്നെയാണ് ഫേസിങ് അവേ ഫ്രം ദി സെന്ററിലെയും സെയിം കോൺസെപ്റ്റ്. ഒറ്റ കാര്യം, ഡയറക്ഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഫേസിങ് അവേ ഫ്രം ദി സെന്റർ ആണെങ്കിൽ റിബൺ മെത്തേഡിലേക്ക് വരുമ്പോൾ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിങ് ടുവാർഡ്സ് സൗത്ത്. ഇത്രയേ ഉള്ളൂ. ഫേസിങ് അവേ ഫ്രം ദി സെന്റർ ആണെങ്കിൽ അതിനെ സൗത്ത് ആക്കി എടുക്കുക. ബാക്കി എല്ലാം സെയിം കോൺസെപ്റ്റ്. ക്ലിയർ? നമ്മൾ മിക്സഡ് ഡയറക്ഷനിലേക്ക് വരുമ്പോഴും എന്ത് തന്നെ? ഫേസിങ് ടുവേർഡ്സ് ദി സെന്റർ പറയുന്ന ആളെ നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. ഫേസിങ് അവേ ഫ്രം ദി സെന്റർ എന്ന് പറയുന്ന ആളെ സൗത്ത് ആക്കി അസ്യൂം ചെയ്യുക. വേറൊന്നുമില്ല. ബാക്കിയെല്ലാം സെയിം. എന്താണ്? ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെ തന്നെയാണ് റിബൺ മെത്തേഡ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ 2 മെത്തേഡിലും പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ആദ്യം ഇത് തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിക്കേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? There are 8 persons A to H are sitting around a circular table facing to the center but not necessarily in the same order. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 8 പേഴ്സൺസ് ആണ്. എല്ലാവരും എങ്ങോട്ടേക്കാ ഫേസ് ചെയ്യുന്നത്? സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. നമുക്ക് 2 മെത്തേഡും നോക്കാം. റിബൺ മെത്തേഡും ഞാൻ പറയും, സർക്കുലർ മെത്തേഡും പറയും. നോക്കാം. കണ്ടീഷൻസ് എഴുതാം. F sits a third to the right of A. അപ്പോൾ all the persons are facing towards north അല്ലേ? സെന്റർ ആയതുകൊണ്ട് നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോർത്ത് എടുത്ത് തന്നെയാണ് കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. F sits third to the right of A. എയുടെ തേർഡ് ടു റൈറ്റിലാണ് ആര്? F. ഓക്കെ, നമുക്ക് കണ്ടീഷൻസ് എഴുതുന്ന മെത്തേഡൊക്കെ ഞാൻ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം കേട്ടോ. എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂടെ സ്പീഡിൽ മനസ്സിലാകാം. എയുടെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്. ക്ലിയർ? ബാക്കിയോ? ബാക്കി എന്താ? C sits second to the left of D. D യുടെ സെക്കൻഡ് ടു C യുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ്. അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. C sits second to the left of D. D യുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ് ആര്? C. ഓക്കെ, നമ്മൾ ചുമ്മാ വായിച്ചുകൊണ്ടിരുന്ന സമയം കളയരുത്. ഓരോ സെന്റൻസ് വായിക്കുക, കണ്ടീഷൻസ് വേഗത്തിൽ നോട്ട് ചെയ്യുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. വേഗത്തിൽ എന്ത് ചെയ്യുക? കണ്ടീഷൻസ് അങ്ങ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ 2 കണ്ടീഷൻസ് ആയി. ബാക്കി നോക്കാം നമുക്ക്. D is not an immediate neighbor of A and F. D യുടെ അടുത്ത് ആര് വരാൻ പാടില്ല? എയും എഫും വരാൻ പാടില്ല. നിങ്ങൾ ഞാൻ കണ്ടീഷൻ നോട്ട് ചെയ്ത രീതി ശ്രദ്ധിച്ചോ? D യുടെ സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? ഇതേപോലെ ഒരു റാ വരച്ചു അല്ലെ? ഇവിടെ ഞാൻ ഒരു റാ വരച്ചു. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. D യുടെ തൊട്ട് ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലും D യുടെ തൊട്ട് ഇമ്മീഡിയറ്റ് റൈറ്റിലും ആര് വരാൻ പാടില്ല? എയും എഫും വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ബാക്കി നോക്കാം. D is an immediate neighbor of H. വരാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞു? D യുടെ നെയ്ബർ ആണ് ആര്? H. അങ്ങനെയാണ് അത് ഞാൻ ഇവിടെ അങ്ങ് കൊടുക്കുകയാണ്. D യുടെ നെയ്ബർ H ഇവിടെയാണ്. നമ്മൾ പലയിടത്ത് നോട്ട് ചെയ്യരുത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണ്ടീഷൻസ് മെർജ് ചെയ്ത് എഴുതുക. പലയിടത്ത് എഴുതി വെച്ചാൽ നമുക്കൊന്നും കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത്. There are 3 persons sit between A and C. Key condition of the question. Key condition of the question. നിങ്ങൾ സർക്കിളിൽ ചെയ്യുന്നവരാണെങ്കിലും റിബൺ മെത്തേഡിൽ ചെയ്യുന്നവരാണെങ്കിലും ഇതെടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എക്കും സിക്കും ഇടയിൽ എത്ര പേരാണ്? 3 പേര്. എക്കും സിക്കും ഇടയിൽ 3 പേര് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം അവരെന്തായിരിക്കും? ഫേസ് ടു ഫേസ് ആണ്. അതാണ് ഇവിടുത്തെ കാര്യം. നമുക്ക് രണ്ടിലും ഒരേപോലെ അങ്ങ് ചെയ്തു പോകാം. ശ്രദ്ധിച്ചേ, നമുക്ക് 8 പേഴ്സൺസിനെ ഇവിടെ അങ്ങ് അറേഞ്ച് ചെയ്യാം. 2 മെത്തേഡിലും ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, 2 മെത്തേഡിലും സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വിത്ത് ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ. ക്ലിയർ? എല്ലാവരും എങ്ങോട്ടേക്കാ? സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരിടത്തെടുത്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഈ സർക്കിൾ ഇപ്പം റിബൺ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വരയ്ക്കേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും. A 3 ഗ്യാപ്പിൽ C. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം. എവിടേക്കാണ്? 3 ഗ്യാപ്പിൽ C വരയ്ക്കാം. എവിടുന്ന് വേണേലും നിങ്ങൾക്ക് തുടങ്ങാം, എവിടുന്ന് വേണേലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല.
ഇപ്പം ഇവിടെയാണ് പേഴ്സൺസ് ഇരിക്കുന്നതെന്ന് വെച്ചോ, ഞാൻ എ ഇവിടെ കൊടുത്തു, സി എ ഇവിടെ കൊടുത്തു. നിങ്ങൾ നോക്കിക്കോ, എങ്ങനെ നോക്കിയാലും അവർക്കിടയിൽ എത്ര പേരാണ്? 3 പേര്. ശ്രദ്ധിക്കുക, 3 പേര്. ഓക്കെ, ഇവിടെയും എന്താണ്? 3 പേര്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ഇവിടുന്ന് ഓൾറെഡി ഇതേണ്ട എയു എഫ് ആയിട്ട് വേറൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം? അതുമായിട്ട് മെർജ് ചെയ്യാം. അങ്ങനെയാണ് 1 മിനിറ്റിൽ 1.5 മിനിറ്റിൽ പസിൽസിന്റെയും സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്ലിയർ? ബാക്കി എന്താ പറഞ്ഞേക്കുന്നേ? ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി. എച്ചിനും ബിക്കും ഇടയിൽ ഒരാള്. എച്ചിനും ബിക്കും ഇടയിൽ ഒരാള്. ഒറ്റ കണ്ടീഷൻ. അടുത്തത് ഇ ആൻഡ് ജി ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. ഇയും ജിയും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. എങ്ങനെ കൊടുക്കാം? ഈ ഇവിടെയാണെങ്കിൽ ഈയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ആര്? ജി. ഈയുടെ തൊട്ടടുത്ത് വരും. ഞാൻ ഇങ്ങനെ ഇവിടെ ദേണ്ട ഇങ്ങനെ റാ വരച്ച് എഴുതാനുള്ള റീസൺ തൊട്ട് ലെഫ്റ്റിലും തൊട്ട് റൈറ്റിലും ആര് വരാം? ജി വരാം. ഞാൻ പലരും പല ആസ്പിരൻസും സെന്റൻസ് ആക്കി എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അതിനുള്ള സമയം നമുക്ക് അവിടെ ഇല്ല. അപ്പം നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. ബാക്കിയോ? ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ നെക്സ്റ്റ് കണ്ടീഷൻ, ബി സിറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് എഫ്. ദേണ്ട നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ദേ സോൾവ് ആയി. ഇതൊക്കെയാണ് കീ കണ്ടീഷൻസ്. നമ്മൾ ഓൾറെഡി ദേണ്ട എയുടെ തേർഡ് ടു റൈറ്റിലാണ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ എ കൊടുത്തു. രണ്ടിലും ഒരേപോലെ കൊടുക്കാം. എ നോക്കിക്കേ, എയുടെ ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്. ശ്രദ്ധിക്കുക, എയുടെ ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ് തേർഡ് റൈറ്റിൽ ആര് വരും? എഫ് വരും. സോ എഫിനെ ഞാൻ ദേ ഇവിടെ കൊടുത്തു. ഇവിടുത്തെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, എ ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ് തേർഡ് റൈറ്റിൽ ആര് വന്നു? എഫ് വന്നു. ഇനി എഫിന് ഓപ്പോസിറ്റ് ആരാണ്? ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കണ്ടീഷൻ എന്താ? എഫിന് ഓപ്പോസിറ്റ് ബി. ഇതാണ് കീ കണ്ടീഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ദേ സോൾവ് ആ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് എഫ് കൊടുത്തതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതേ ബി ഇവിടെ കൊടുക്കണം. നമ്മുടെ റിബൺ മെത്തേഡിലേക്ക് വരുമ്പോഴോ അവർക്കിടയിൽ എത്ര പേരാ? 3 പേര്. അതങ്ങ് മാർക്ക് ചെയ്താ പോരെ. ശ്രദ്ധിച്ചേ, 1 2 3 ഗ്യാപ്പിൽ ഇവിടെ ബി. ഇപ്പൊ ഇവിടെ എത്ര പേഴ്സൺസ് ആയെന്നൊന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 പേഴ്സൺസ് ആയി. നമുക്ക് ലെഫ്റ്റിലേക്കും കൊടുക്കാം റൈറ്റിലേക്കും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ സ്ഥലം ഇങ്ങോട്ടായത് കൊണ്ട് മാത്രം കൊടുത്തതാണ്. അത് വേണേ എനിക്ക് ഇപ്പുറത്തേക്കും കൊടുക്കാമായിരുന്നു. സർക്കുലർ സീറ്റിംഗ് അല്ലേ, ഒരു പ്രശ്നവും ഇല്ല. ക്ലിയർ? അങ്ങനെയെങ്കിൽ ബാക്കി നമുക്കൊന്ന് നോക്കാം. എ 3 ഗ്യാപ്പിൽ സി. ശ്രദ്ധിക്കുക, എ 3 ഗ്യാപ്പിൽ സി. ബാക്കിയോ? ജി സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ലാസ്റ്റ് എന്താ? നമുക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിയും ഇയും നെയ്ബേഴ്സ് ആണ്. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ജി. നിങ്ങൾ ഈ കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന രീതിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിലാണ് കാര്യം. ക്ലിയർ? എങ്കിലും നമുക്ക് നോക്കാം. ബാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എ 3 ഗ്യാപ്പിൽ സി വന്നു. ഇനി ബാക്കി കണ്ടീഷൻസ് ഏതൊക്കെയുണ്ട്? കഴിഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഞാനങ്ങ് ഹൈലൈറ്റ് ചെയ്തേക്കാം. ഇത് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഇനി അടുത്തത് ഡിയുടെ അടുത്ത് ആര് വരാൻ പാടില്ല? ഡിയുടെ അടുത്ത് ആര് വരാൻ പാടില്ല? എയും എഫും വരാൻ പാടില്ല. അതേ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ വേണ്ട ഇവിടെയും ആര് വരാൻ പാടില്ല? ഡി വരാൻ പാടില്ല. നമ്മുടെ റിബൺ മെത്തേഡില് ഇവിടെ രണ്ടിടവും ഡി വരാൻ പാടില്ലെങ്കിൽ പിന്നെ ഡിക്ക് കൊടുക്കാൻ താണ്ടി ഇത് മാത്രമേ സ്ഥലമുള്ളൂ. ആൻഡ് ഓൾസോ നമുക്ക് സി ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഡി ഇവിടുത്തെ കേസിലോ ഡിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണെങ്കിൽ ഇവിടെ ആര് വരത്തുള്ളൂ? ഡി വരത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, എച്ച് ഒരു ഗ്യാപ്പിൽ ബി വരണം. ആൻഡ് ഓൾസോ ഇയും ജിയും കൊടുക്കാൻ ഒരൊറ്റ സ്ഥലമേ ബാക്കിയുള്ളൂ. ശ്രദ്ധിച്ചേ, ഇയും ജിയും കൊടുക്കാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. അങ്ങനെയെങ്കിൽ ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ജി ഇവിടെ, മിച്ചം വന്ന എച്ച് ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ഇവിടെയോ? ഇവിടെയും ഇത് തന്നെ. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ജി ഇവിടെ, മിച്ചം വന്ന എച്ച് ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. രണ്ടും സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതെന്താ സർക്കിളിൽ ചെയ്തു, ഇത് റിബണിൽ ചെയ്തു, രണ്ടും ഒന്നാണ്. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കറക്റ്റ് ആണോ എന്നല്ലയോന്ന്. എഫിന്റെ തേർഡ് ടു റൈറ്റ് ആരാ നോക്കാം. എഫിന്റെ തേർഡ് ടു റൈറ്റില് ഇവിടെ ഫസ്റ്റ് റൈറ്റ് സി, സെക്കൻഡ് റൈറ്റ് എച്ച്, തേർഡ് റൈറ്റ് ഡി. നോക്കാം നമുക്ക്. ഇവിടെ നോക്കിക്കേ, ഇതാണ് എഫ്. എഫിന്റെ ഫസ്റ്റ് റൈറ്റിൽ സി, സെക്കൻഡ് റൈറ്റിൽ എച്ച്, തേർഡ് റൈറ്റിൽ ഡി. സെയിം ആണല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് നോക്കാം. എയുടെ ഫേസ് ടു ഫേസ് ആരാ? ഇവിടെ നമ്മുടെ സർക്കിളിൽ ആരാ? എയും സിയും. നിങ്ങൾക്ക് ആ മെത്തേഡ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ.
രണ്ടും ഒരേപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൂടെ വരച്ച് കാണിച്ചത്. എയും സിയും നോക്കിക്കേ, എന്താണ്? ഫേസ് ടു ഫേസ് ആണ് അല്ലെ? ഇവിടെ എയുടെ ഫേസ് ടു ഫേസ് ആരാ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആരാ നോക്കിക്കേ. 1, 2, 3 ഗ്യാപ്പിൽ ഇവിടെ ആരാ? സി. ആൻസർ സി. നിങ്ങൾ ഏത് വേണേലും എടുത്ത് നോക്കിക്കോ. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സർക്കിളും ഈ റിബൺ മെത്തേഡും കൂടെ കമ്പയർ ചെയ്തോ, സെയിം ആൻസർ ആയിരിക്കും, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, നമ്മുടെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എച്ച്? എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ? എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ? ഡി. നോക്കാം, നമ്മുടെ സർക്കിളിൽ നോക്കിക്കേ, എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ? ഡി. രണ്ടും എന്താണ്? സെയിം ആണ്. ആക്ച്വലി മനസ്സിലായോ നിങ്ങൾക്ക് വാട്ട് ഈസ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് ഓൾസോ അതിൽ തന്നെ റിബൺ മെത്തേഡ് എന്താണ്? നമ്മൾ ലീനിയറിൽ ചെയ്തതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വട്ടത്തിലിരിക്കുന്ന ആൾക്കാരെ പിടിച്ചു നിവർത്തി, ഒറ്റ കാര്യം മാത്രം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളും നമ്മൾ എഴുതുമ്പോൾ അവരെ എൻഡിലിരുന്നാലും അവർ നെയ്ബേഴ്സ് ആണെന്നൊരു ഓർമ്മയുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രിലിംസിന് 1 മിനിറ്റ് 1.5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, പിന്നെ കുറേ നാളുകൊണ്ട് സർക്കിളിൽ ചെയ്ത് ശീലിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഈ മെത്തേഡിലേക്ക് മാറണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ സർക്കിൾ തന്നെ കണ്ടിന്യൂ ചെയ്തോ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അതെനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണ് പ്രശ്നം വന്നത്. നമ്മൾ ഇനിയും ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ടോപ്പിക്കും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്.